നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കമ്പത്തിനും ഗൂഡല്ലൂരിനും കുമളിക്കും ഗൂഡല്ലൂരിനും ഇടയ്ക്കുള്ള ലോയർ ക്യാമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെറിയ പവർ സ്റ്റേഷനുണ്ട്. ചെറുത്, വലുതല്ല, ചെറിയൊരു പവർ സ്റ്റേഷൻ. അതിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. ഈ കാണുന്ന കെട്ടിടവും ഈ പൂത്തു നിൽക്കുന്ന മരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടമാണ് സംഗീതജ്ഞൻ ഇളയരാജയുടെ സ്വന്തം കെട്ടിടമാണ്. ഈ കോമ്പൗണ്ടിലാണ് ഇളയരാജയുടെ ഭാര്യയെയും ഇളയരാജയുടെ മകളെയും മരണാന്തരം ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വാതുക്കെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് ശ്രീ ഗുരു കൃപ വേദ പാഠശാല എന്നാണ്. വേദം പഠിപ്പിക്കുന്ന വിദ്യാലയം കൂടിയാണിത് എന്നാണ് വാതുക്കെ ബോർഡ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഈ സ്ഥലം ഏകദേശം 1 ഏക്കർ അളവ് വരും എന്നാണ് പ്രതീക്ഷ. ചുറ്റോളം ചുറ്റ് വേലിക്കമ്പിയും ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രധാന കവാടം. പൊതുജനങ്ങൾ സ്വകാര്യ പ്രോപ്പർട്ടി ആയതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. ഇളയരാജയുടെ അമ്മ, ഭാര്യ, മകൾ എന്നീ 3 പേരെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് ഇളയരാജയുടെ മകളായിരുന്നു. അത് ഏതാണ്ട് 6 മാസം ആവുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ആ പെൺകുട്ടി മരണപ്പെട്ടത്. മരിച്ചവരുടെ ഓർമ്മ ദിവസം, അവരുടെ പിറന്നാൾ തുടങ്ങിയ ദിവസങ്ങളിൽ ഇളയരാജ കുടുംബസമേതം ഇവിടെ എത്തിച്ചേരാറുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ തന്നെ ഉണ്ട്. ഇതുകൂടാതെ വേറെയും സ്ഥലങ്ങൾ അദ്ദേഹം ഈ പരിസരത്ത് മേടിച്ച് കൂട്ടിയിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇതൊക്കെ പറഞ്ഞാലും കോടിക്കണക്കിന് ആസ്തിയുണ്ട്. പക്ഷേ സ്വന്തം മകളെ രക്ഷിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല എന്നതാണ്. ഇത്രയും സംഭവങ്ങൾക്ക് ആദ്യമായിട്ടൊന്നല്ല, ഭൂമിയിലുടനീളമുണ്ട്. എങ്കിലും ഞാനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ആ കുട്ടി മരണപ്പെടേണ്ട പ്രായമല്ല. മരണപ്പെട്ട ആ കുട്ടിയുടെ പേര് ഭാവതരണി എന്നാണ്. നല്ലൊരു ഗായികയും കൂടിയാണ് അവർ. എന്തായാലും ഇളയരാജയുടെ ലോയർ ക്യാമ്പിലെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദീപം FIS ചാനലിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.